പ്രതീക്ഷകളേറെ നിറഞ്ഞ 27-ാം രാവ് ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ ഏറെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് മഗ്രിബ് വാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നാൽ എത്രയും പെട്ടെന്ന് റാഹത്തായി മഗ്രിബ് നിസ്കരിക്കണം. പിന്നെയുള്ള സമയം ഇശാ വരെ ഏറ്റവും പോസിറ്റീവായി ചെലവഴിക്കണം. ഇശാവിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളോടുകൂടി ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം. തറാവിഹ് 20 റക്അത്തും ആദ്യ തക്ബീർ മുതൽ തന്നെ ഇമാമോടൊപ്പം കൂടി നിസ്കരിക്കാൻ നല്ല ജാഗ്രതയുണ്ടാകണം. ഇന്നത്തെ ദിവസം ഒരു 11 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. തസ്ബീഹ് നിസ്കാരം ഇന്നും മുടക്കരുത് എന്ന് പറയേണ്ടതില്ലല്ലോ പ്രിയപ്പെട്ടവരെ. സാധിക്കുന്നവരൊക്കെ എഴുത്തിക്കാഫിരിക്കണം. ഖുർആൻ പാരായണം എല്ലാവരും ശ്രദ്ധിക്കണം. സാധിക്കുന്നത്ര ഖുർആൻ ഓതിയിട്ട് യജമാനനായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തണം. സ്വതക്ക അത് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനമാണ്. പാവപ്പെട്ടവർക്ക്, അനാഥകൾക്ക്, അഗതികൾക്കൊക്കെ കൊടുക്കാം. ദീനീ സ്ഥാപനങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക്, സാധിക്കുന്നവർക്കൊക്കെ നിങ്ങൾ കൊടുക്കണം. നമ്മുടെ ബദരിയെയും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഇന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യേണ്ട രാത്രിയാണ്. ഹൃദയം പൊട്ടി കണ്ണുനീരൊഴുക്കി യജമാനനായ റബ്ബിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തേണ്ട രാത്രിയാണ്. മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് നിങ്ങൾ തേടണം. ഇന്ന് തൗബ സ്വീകരിക്കുന്ന രാത്രിയാണ്. ഇന്ന് വാനലോകത്ത് മലക്കുകൾ നമ്മുടെ പ്രതികരണം കാത്തിരിക്കുകയാണ്. യജമാനനായ റബ്ബ് നമ്മെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹൃദയം പൊട്ടി നമുക്ക് റബ്ബിലേക്ക് തേടാം. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ.